ദേ ഇതെന്താണ് പിടി കിട്ടിയിരുന്നത്? കുറച്ച് ഉണക്കച്ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചമ്മന്തി പോലെ ഇടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചെമ്മീന് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല കാന്താരിമുളക് കേട്ടോ. കാന്താരിമുളക് വെച്ചിരിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഈ മുളക് മഴയുണ്ടാന്ന് തോന്നുന്നേ, നിറയെ കായ്ക്കുന്നതായിരുന്നു, വല്ലാണ്ടങ്ങ് മുരടിച്ചു പോയി. അപ്പോൾ ചെറിയ മുളകാണ് ഉണ്ടാവണം കേട്ടോ. കേട്ടോ, തീരെ ചെറുതായിപ്പോയി. നല്ല മുഴുത്ത മുളകായിരുന്നു. മഴയുടെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഞാൻ എന്താ ഉണ്ടാക്കണേന്നറിയാൻ ആകാംക്ഷയോടെ നിൽക്കുക കേട്ടോ. പൊന്നൂനറിയാൻ എന്തോ ഉണ്ടാക്കുവാന്ന്. അപ്പോൾ അവൾക്കത് കിട്ടണം. അതിനെ അവളവിടെ നോക്കി നിൽക്കുന്നു. ഇനി അതിനകത്ത് നമുക്ക് കാന്താരിമുളകും ചെറിയ ഉള്ളിയാണ് നല്ലത്. സബോള വെക്കല്ലേ, സബോള വെച്ച് കഴിഞ്ഞാൽ മധുരം വരും. ചെറിയ ഉള്ളി, തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന മുളകും എല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഞാൻ കാന്താരിമുളക് കുറവായതുകൊണ്ട് ഒരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല എരിവ് വേണം ചമ്മന്തിക്ക്. അതുകൊണ്ട് നമ്മൾ വറുത്തെടുത്ത ചെമ്മീനും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് തേങ്ങയും കൂട്ടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയണം. ചെമ്മീൻ്റെ തരി പോലും ഇല്ലാണ്ട് പൊടിച്ചെടുത്തു. നോക്ക്, നിങ്ങളിങ്ങനെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാറുണ്ടോ? അതോ ചെമ്മീൻ കറി